ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. അല്ലാഹുവേ, നീ എന്നെ നേരായ മാർഗത്തിൽ നടത്തണമേ, നീ എന്നെ ചൊവ്വായ പാതയിൽ സഞ്ചരിപ്പിക്കണമേ, ജീവിപ്പിക്കണമേ. എങ്ങനെയാണ് ആ ചൊവ്വായ പാത? ആ നേരായ പാത ഏതാണ് റബ്ബേ? സിറാത്തൽ ലദീന അൻഅംത അലൈഹിം, നിന്റെ അനുഗ്രഹങ്ങൾക്ക് പാത്രമായ, നിന്റെ കരുണക്ക് പാത്രമായ, നിന്റെ സ്നേഹത്തിന് പാത്രമായ, നിന്റെ സ്വർഗത്തിന് അവകാശികളായ, നിന്റെ നരകത്തിൽ നിന്ന് മോചനം നൽകപ്പെട്ട ആളുകളുടെ വഴിയാണ് പടച്ച റബ്ബേ നമുക്ക് ഞങ്ങൾക്ക് വേണ്ടത്. അവര് സഞ്ചരിച്ച പാന്താവാണ്, അവര് സഞ്ചരിച്ച കാലടിപ്പാടിലൂടെയാണ് ഞങ്ങളെ നീ മുന്നോട്ട് നയിക്കേണ്ടത് റബ്ബേ എന്ന് നമ്മളങ്ങനെ പ്രാർത്ഥിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ആരാണ് ഈ അൻഅംത അലൈഹിം എന്ന് പറഞ്ഞാൽ? ഈ അനുഗ്രഹിക്കപ്പെട്ടവരെന്ന് പറഞ്ഞാൽ ആരാണ്? പരിശുദ്ധ ഖുർആനിൽ അല്ലാഹ് നമുക്ക് വിശദീകരിച്ചു തരികയാണ്. വമൻ യുതിഇല്ലാഹ വറസൂൽ ഫഉലൈക മഅല്ലദീന അൻഅമല്ലാഹു അലൈഹിം മിനൻ നബിയ്യീൻ വസ്സിദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ വഹസുന ഉലൈക റഫീഖാ. ആരാണോ അല്ലാഹുവിനെയും അവന്റെ പ്രവാചകനെയും അനുസരിച്ചത്, അവർ അല്ലാഹു അനുഗ്രഹം നൽകപ്പെട്ടവരുടെ കൂടെയായിരിക്കും, അല്ലാഹു നിഅമത്ത് ചൊരിഞ്ഞവരുടെ കൂടെയായിരിക്കും. ആരൊക്കെയാണവർ? അല്ലാഹു എണ്ണി പറയുകയാണ്. മിനൻ നബിയീൻ, അല്ലാഹുവിന്റെ അമ്പിയാക്കളാണ്, പ്രവാചകന്മാരാണ്. വസ്സുദ്ദീഖീൻ, സത്യവാന്മാരാണ്. ഇന്നലകളിൽ ജീവിച്ചു മൺമറഞ്ഞു പോയ സത്യത്തിന്റെ, ധർമ്മത്തിന്റെ, നേരിന്റെ, വസ്തുതകളുടെ, യാഥാർത്ഥ്യത്തിന്റെ വക്താക്കളാണ്. രണ്ടാമതായി പടച്ചറബ് എണ്ണി പറയുന്നത് വസ്സുദ്ദീഖീൻ വശുഹദാ, അല്ലാഹുവിന്റെ നാമത്തിന് വേണ്ടി, ദീനിന്റെ പ്രചാരണത്തിന് വേണ്ടി, തൗഹീദിന്റെ പ്രബോധനത്തിന് വേണ്ടി സ്വന്തം ചോരയും ചങ്കും പണയം വെച്ചവരാണ്, ജീവൻ പണയം വെച്ചവരാണ്. വശുഹദാഇ വസ്സാലിഹീൻ, സൽക്കർമ്മങ്ങൾ കൊണ്ട് ജീവിതത്തെ ധന്യമാക്കുന്ന, ജീവിതത്തിന്റെ രഹസ്യവും പരസ്യവും റിയാ ഇല്ലാതെ, ലോകമാന്യതയില്ലാതെ, ആളുകളുടെ അഭിനന്ദനത്തിനും ആളുകളുടെ ആശീർവാദത്തിനും ആളുകളുടെ അംഗീകാരത്തിനും വേണ്ടിയല്ലാതെ അല്ലാഹുവിന്റെ വജ്ഹിനും രിദക്കും വേണ്ടി സൽക്കർമ്മങ്ങളുടെ പാന്താവിൽ സജീവമാകുന്നവരാണ്. നാലാമതായി അല്ലാഹു എണ്ണി പറയുന്നത് നബീന വസ്സിദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ, അമ്പിയാക്കളാണ്, സത്യവാന്മാരാണ്, രക്തസാക്ഷികളാണ്, സദ്വൃദ്ധരാണ്. ഈ നാല് വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ് അല്ലാഹു നിഅമത്ത് ചൊരിഞ്ഞവർ, അല്ലാഹു അനുഗ്രഹം ചൊരിഞ്ഞവർ. ഈ ആളുകൾ ഏത് പാതയിലൂടെയാണോ സഞ്ചരിച്ചത് പ്രിയപ്പെട്ടവരെ, ആ പാതക്കാണ് സിറാത്തുൽ മുസ്തഖീം എന്ന് പറയുക, നേരായ പാത എന്ന് പറയുക. ഇനി ഈ പറയപ്പെട്ട ആളുകളിൽ ഓരോ വിഭാഗത്തെയും നമ്മൾ എടുത്ത് പരിശോധിച്ചു നോക്കുക. ഒന്നാമതായി പറഞ്ഞ നബിയീൻ, അമ്പിയാക്കൾ. ഈ അമ്പിയാക്കളെ നമ്മളൊന്നെടുക്കുക. ഈ അമ്പിയാക്കളെ കുറിച്ച് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞതെന്താണ്? വമാ അർസൽനാ മിർ റസൂലിൻ ഇല്ലാ നൂഹി ഇലൈഹി അന്നഹു ലാ ഇലാഹ ഇല്ലാ അന ഫഅ്ബുദൂൻ. ഞാനൊരു പ്രവാചകനെയും ഭൂമിയിലേക്ക് പറഞ്ഞയച്ചിട്ടില്ല, ഒരു നബിയെയും ഞാൻ പറഞ്ഞയച്ചിട്ടില്ല. ഏതുവരെ? ഇല്ലാ നൂഹി ഇലൈഹി അന്നഹു ലാ ഇലാഹ ഇല്ലാ അന ഫഅ്ബുദൂൻ. വ്യക്തമായി ഞാനല്ലാതെ ഒരു ആരാധ്യനില്ല, ഞാനല്ലാതെ ഒരു റബ്ബില്ല, ഞാനല്ലാതെ ഒരു ദൈവമില്ല എന്ന വ്യക്തമായ ബോധനം നൽകാതെ, എന്നെ മാത്രം ആരാധിക്കണമെന്ന കർശനമായ നിർദ്ദേശം നൽകാതെ ഒരു പ്രവാചകനെയും ഈ ഭൂമിയിലേക്ക് ഞാൻ പറഞ്ഞയച്ചിട്ടില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല സാക്ഷ്യപ്പെടുത്തുകയാണ്. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, ആ പ്രവാചകന്മാരുടെ പാത എന്ന് പറഞ്ഞാൽ, നിഅമത്തിന്റെ പാത എന്ന് പറഞ്ഞാൽ, സത്യത്തിന്റെ പാത എന്ന് പറഞ്ഞാൽ, നേരിന്റെ പാത എന്ന് പറഞ്ഞാൽ, ചൊവ്വായ പാത എന്ന് പറഞ്ഞാൽ, സിറാത്തുൽ മുസ്തഖീം എന്ന് പറഞ്ഞാൽ, ആ പ്രവാചകന്മാര് നടന്നുപോയ പാന്താവാണ്, പാതയാണ്, വഴിയാണ്. ആ വഴിക്കാണ് സിറാത്തുൽ മുസ്തഖീം എന്ന് പറയുക. പ്രിയപ്പെട്ടവരെ, അതിൽ ഒന്നാമതായി അവർ കൊണ്ടു നടന്നത് തങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും ബലമായി, ഏറ്റവും ശക്തമായി, ഏറ്റവും ഉജ്ജ്വലതയോടെ, ഏറ്റവും സൂക്ഷ്മതയോടെ അവർ കൊണ്ടു നടന്നത് എന്താണ്? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആദർശമാണ്, തൗഹീദ് എന്ന ആദർശമാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ നാട്ടിൽ ഒരുപാട് ആളുകളുണ്ട്
ജീവിതത്തിൽ പ്രയാസങ്ങൾ വരുമ്പോ, ജീവിതത്തിൽ ബുദ്ധിമുട്ടുകൾ വരുമ്പോ, കഷ്ടപ്പാടുകൾ വരുമ്പോ, പ്രതിസന്ധികൾ വരുമ്പോ, എല്ലാ വഴികളും മുന്നിൽ അടഞ്ഞു കളയുമ്പോ അള്ളാഹുവിനെ വിട്ടുകൊണ്ട് മറ്റു പലരെയും വിളിക്കുന്ന ആളുകളുണ്ട്. ഔലിയാക്കളെ വിളിക്കുന്നവരുണ്ട്. ഔലിയാക്കളിൽ തന്നെ പല പല ആളുകളെയും വിളിക്കുന്നവരുണ്ട്. സിയമടവൂരിനെ വിളിക്കുന്നവരുണ്ട്, മമ്പ്രത്ത് തങ്ങളെ വിളിക്കുന്നവരുണ്ട്, ഉള്ളാളത്ത് തങ്ങളെ വിളിക്കുന്നവരുണ്ട്, അജ്മീറിലെ ഖോജയെ വിളിക്കുന്നവരുണ്ട്. ഓരോരുത്തർക്കും ഓരോ ഔലിയാക്കളാണ്, ഓരോ വലിയുകളാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ഈ വലിയനെ വിളിക്കുന്നവർ, അള്ളാഹുവിന് പുറമെയുള്ള ഈ ഔലിയാക്കളെ വിളിക്കുന്നവർ സ്വന്തത്തോടൊന്ന് ചോദിക്കുക, നെഞ്ചത്ത് കൈവച്ചുകൊണ്ടൊന്ന് ചോദിക്കുക, നിങ്ങൾ സിറാത്തുൽ മുസ്തഖീമിലാണോ? നിങ്ങൾ ചൊവ്വായ പാതയിലാണോ? നിങ്ങൾ അമ്പിയാക്കളുടെ പാതയിലാണോ? നിങ്ങൾ പ്രവാചകന്മാർ സഞ്ചരിച്ച വഴിയിലൂടെയാണോ സഞ്ചരിക്കുന്നത്? പ്രിയപ്പെട്ടവരെ, മറുപടി എന്താണെന്നറിയുമോ? ഒരിക്കലുമല്ല. നിങ്ങൾ ആ വഴിയിലൂടെയല്ല സഞ്ചരിക്കുന്നത്. പറയുന്നതാരാണ്? മുജാഹിദുകളല്ല, സലഫികളല്ല, SKSM അല്ല. പറയുന്നതാരാണ്? പടച്ച റബ്ബാണ്. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകന്മാരുടെ ഇന്നലകളിലെ ചരിത്രം നമുക്ക് വിശദീകരിച്ചു തരുമ്പോ, അവരുടെ ജീവിതത്തിന്റെ അകക്കാമ്പുകൾ നമുക്ക് പഠിപ്പിച്ചു തരുമ്പോ, അവരുടെ ജീവിതത്തിലെ പ്രതിസന്ധികളും പ്രയാസങ്ങളും നമുക്ക് പഠിപ്പിച്ചു തരുമ്പോ, പടച്ച റബ്ബ് അവർക്ക് ആ സമയത്ത് അവർ നടത്തിയ പ്രാർത്ഥനകളും ദുആകളും കൃത്യമായി നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, അബുൽ ബഷർ ആദം അലൈഹിസ്സലാത്തു വസ്സലാം ഒന്നാമത്തെ നബിയാണ്. ഈ ലോകത്തേക്ക് കടന്നു വന്ന ഒന്നാമത്തെ പ്രവാചകനാണ് ആദം അലൈഹിസ്സലാത്തു വസ്സലാം. ആദം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ജീവിതത്തിൽ ഒരു വലിയ പ്രതിസന്ധി ഉണ്ടായി. എന്താണ് ആ പ്രതിസന്ധി? നമുക്കെല്ലാം കൃത്യമായി അറിയാം. അള്ളാഹു വിലക്കിയ ഒരു കനി പിശാചിന്റെ ചതിയിൽപ്പെട്ട്, പിശാചിന്റെ വഞ്ചനയിൽപ്പെട്ട് അറിയാതെ അതങ്ങ് ഭക്ഷിച്ചു പോയി. ആദം അലൈഹിസ്സലാത്തു വസ്സലാമിന് തെറ്റുപറ്റി. പ്രിയപ്പെട്ടവരെ, ആദം നബിയുടെ പ്രതികരണം എന്തായിരുന്നു? അല്ലാഹു സുബ്ഹാനഹു വ തആല ആദം നബിയോട് ഈ ദുനിയാവിലേക്ക് പോകാൻ പറയുകയാണ്. എവിടെ നിന്നാണ് വരുന്നത്? സ്വർഗത്തിൽ നിന്നാണ് വരുന്നത്. സ്വർഗത്തിന്റെ അവസ്ഥ എന്താണ്? ജരാനരകൾ ബാധിക്കാത്ത, സങ്കടങ്ങളില്ലാത്ത, അധ്വാനിക്കേണ്ടതില്ലാത്ത, അപമാനമോ നാണക്കേടോ ഇല്ലാത്ത, ചൂടില്ലാത്ത, കഷ്ടപ്പാടില്ലാത്ത, പ്രയാസങ്ങളില്ലാത്ത ആ ഉന്നതമായ സ്വർഗീയ സോപാനങ്ങളിൽ നിന്ന് തന്റെ കയ്യിൽ നിന്ന് സംഭവിച്ചൊരബദ്ധം കാരണം ആദം അലൈഹിസ്സലാത്തു വസ്സലാം ഈ ഭൂമിയിലേക്ക് പറഞ്ഞേക്കപ്പെടുകയാണ്. സ്വർഗത്തിൽ നിന്ന് പുറത്താക്കപ്പെടുകയാണ്. വല്ലാത്ത വേദനയുണ്ട് മനസ്സിന്, വല്ലാത്ത പ്രയാസമുണ്ട് മനസ്സിന്, ഹൃദയത്തെ കീറി മുറിക്കുന്ന ദുഃഖമുണ്ട്. പ്രിയപ്പെട്ടവരെ, തന്റെ ശത്രുവിന്റെ ചതിയിൽപ്പെട്ടതാണ്. അവിടെ ആദം അലൈഹിസ്സലാത്തു വസ്സലാം ആ ഹൃദയവേദനയോടുകൂടി, ആ ഹൃദയനൊമ്പരത്തോടുകൂടി നമ്മുടെ ഉമ്മയും ബാപ്പയും നമ്മുടെ മാതാപിതാക്കൾ ആദ്യമായി നമുക്ക് കാണിച്ചു തന്ന മാതൃക എന്താണ്? പ്രിയപ്പെട്ടവരെ, ആദ്യമായി നമുക്ക് പഠിപ്പിച്ചു തന്ന പാഠം എന്താണെന്നറിയുമോ? ഈ ദുനിയാവിലേക്ക് അവരെത്തിയ ഉടനെ അവർ നടത്തിയ പ്രാർത്ഥന എന്താണ്? ദുആ എന്താണ്? റബ്ബനാ ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. അല്ലാഹുവേ, ഞങ്ങളിതാ ഞങ്ങളുടെ സ്വന്തത്തോട് അക്രമം ചെയ്തു പോയി, ഞങ്ങൾ തെറ്റ് ചെയ്തു പോയി. റബ്ബേ, വഇൻ ലം തഗ്ഫിർ ലനാ വതർഹംനാ, നീ ഞങ്ങൾക്ക് പുറത്തു തന്നിട്ടില്ലെങ്കിൽ, നീ ഞങ്ങളോട് കരുണ കാണിച്ചിട്ടില്ലെങ്കിൽ, നീ ഞങ്ങളോട് അലിവും വിട്ടുവീഴ്ചയും വാത്സല്യവും കാണിച്ചിട്ടില്ലെങ്കിൽ, ലനകൂനന്ന മിനൽ ഖാസിരീൻ, ഞങ്ങളങ്ങ് നഷ്ടക്കാരിൽ പെട്ടുപോകും. റബ്ബേ, അതുകൊണ്ട് ഞങ്ങൾക്ക് നീ പുറത്തു തരണേയല്ല, ഞങ്ങൾക്ക് നീ മാപ്പ് നൽകണേയല്ല എന്ന് ആദം അലൈഹിസ്സലാത്തു വസ്സലാം റബ്ബിന്റെ മുന്നിൽ, ഹവ്വാ ബീവി റബ്ബിന്റെ മുന്നിൽ പൊട്ടിക്കരയുകയാണ്. ഹൃദയത്തിലൊരു ദുഃഖമുണ്ടായപ്പോ, ഹൃദയത്തിലൊരു പ്രയാസമുണ്ടായപ്പോ ആ ഹൃദയത്തിന്റെ ദുഃഖഭാരം ഇറക്കി വെക്കുന്നത് ലോകത്തിന്റെ രക്ഷിതാവിന്റെ മുന്നിലേക്കാണ്. ഇനിയൊന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കുക പ്രിയപ്പെട്ടവരെ. ആദം നബിക്ക് ജിബ്രീലിനെ അറിയാഞ്ഞിട്ടാണോ? മീകായിലിനെ അറിയാഞ്ഞിട്ടാണോ? മലക്കുകളെ അറിയാഞ്ഞിട്ടാണോ? അള്ളാഹുവിന്റെ മുഖറബുകളായ മലക്കുകളെ കുറിച്ച് ആദം അലൈഹിസ്സലാത്തു വസ്സലാമിന് വിവരമില്ലാഞ്ഞിട്ടാണെന്ന് പറയാൻ ആർക്കെങ്കിലും സാധിക്കുമോ? ഒരിക്കലുമില്ലല്ലോ പ്രിയപ്പെട്ടവരെ. ആ മലക്കുകൾക്ക് ഈ പ്രപഞ്ചത്തിലെ പേരുകൾ മുഴുവൻ പഠിപ്പിച്ചു കൊടുത്തത് ആദം അലൈഹിസ്സലാത്തു വസ്സലാമാണ്. ആ മലക്കുകളാണ് ആദം നബിയുടെ മുന്നിൽ ആദരവിന്റെ സുജൂദ് ചെയ്തത്. ആ മലക്കുകളോടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആദം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ സൃഷ്ടിപ്പിന്റെ ഒന്നാമത്തെ വാർത്ത അറിയിച്ചത് ആ മലക്കുകളോടാണ്. അതുകൊണ്ട് ആദം നബിക്ക് മലക്കുകളെയും അറിയാം, മലക്കുകൾക്ക് ആദം നബിയെയും അറിയാം. അല്ലാഹുവിന്റെ അർശ് ചുമക്കുന്ന മുഖറബുകളായ മലക്കുകളെ ആദം അലൈഹിസ്സലാത്തു വസ്സലാമിന് പരിചയമുണ്ട്. അല്ലാഹുവിന്റെ
മുന്നിൽ ഒരു തെറ്റും ചെയ്യാതെ ഇബാദത്തിൽ കർമ്മനിരതരായി മുന്നോട്ട് പോകുന്ന മലക്കുകളെ ആദം അലൈഹിസ്സലാത്തു വസ്സലാമിന് കൃത്യമായി പരിചയമുണ്ട്. ഹവ്വാ ബീവിക്കും പരിചയമുണ്ട്. പ്രിയപ്പെട്ടവരെ ഒന്ന് ആലോചിച്ചു നോക്ക്. ആദം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ നാവിൽ നിന്ന് ഒന്നെന്റെ റബ്ബിനോടൊന്ന് പറയുമോ, എന്റെ റബ്ബിനോടൊന്ന് ശുപാർശ ചെയ്യുമോ, ഞാനൊരു തെറ്റ് ചെയ്തു പോയി, എന്റെ റബ്ബിനോട് കോപിച്ചിരിക്കുകയാണ്, പടച്ചവൻ എന്നോട് കോപിച്ചിരിക്കുകയാണ്, അതുകൊണ്ട് റബ്ബിന്റെ മുന്നിലേക്ക് നേരിട്ട് പോകാനുള്ള ധൈര്യം എനിക്കില്ല, അവനോട് നേരിട്ട് ചോദിക്കാനുള്ള ധൈര്യം എനിക്കില്ല. എന്റെ മലക്കുകളെ, എന്റെ കൂട്ടുകാരെ, നിങ്ങൾക്ക് എന്നെ അറിയാമല്ലോ, അതുകൊണ്ട് എനിക്ക് വേണ്ടി ഒന്ന് റബ്ബിനോട് നിങ്ങൾ പറയുമോ, റബ്ബിനോട് നിങ്ങൾ സംസാരിക്കുമോ എന്ന് ആദം അലൈഹിസ്സലാത്തു വസ്സലാം ചിന്തിച്ചോ? പ്രിയപ്പെട്ടവരെ, ആദം അലൈഹിസ്സലാത്തു വസ്സലാം അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്തോ? പരിശുദ്ധ ഖുർആൻ 10,000 കൊല്ലം നിങ്ങൾ തിരഞ്ഞാലും ഖിയാമത്ത് നാൾ വരെ അള്ളാന്റെ റസൂലിന്റെ അധ്യാപനങ്ങളിലേക്ക് നിങ്ങൾ ഊളിയിട്ടിറങ്ങിയാലും അത്തരത്തിലൊരു അധ്യാപനത്തെക്കുറിച്ച്, അത്തരത്തിലൊരു ചരിത്രത്തെക്കുറിച്ച്, യാഥാർത്ഥ്യത്തെക്കുറിച്ച് കാണാനോ അറിയാനോ സാധ്യമല്ല. കാരണം ആ പ്രവാചകൻ തികഞ്ഞ തൗഹീദിന്റെ വക്താവായിരുന്നു. ഈ മനുഷ്യകുലത്തിന്റെ ഒന്നാമത്തെ പിതാവ് തികഞ്ഞ കരകളഞ്ഞ തൗഹീദിന്റെ വക്താവായിരുന്നു, ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ വക്താവായിരുന്നു. അതുകൊണ്ട് ജീവിതത്തിൽ ആ ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്കപ്പുറത്തുള്ള ആ തൗഹീദിന് വിരുദ്ധമായ ഒരു പ്രവർത്തനം ഒരിക്കലും അദ്ദേഹം പ്രവർത്തിച്ചില്ല എന്നതാണ് സത്യം. പ്രിയപ്പെട്ടവരെ, ആദം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കാലം കഴിഞ്ഞു. കാലം അങ്ങനെ മുന്നോട്ട് പോകുകയാണ്. മനുഷ്യകുലം അങ്ങനെ വ്യാപിക്കുകയാണ്. നഗരങ്ങളിൽ നിന്നും ഗ്രാമങ്ങളിലേക്കും സാഗരങ്ങൾ കടന്നുകൊണ്ടങ്ങനെ മനുഷ്യകുലം അങ്ങനെ വ്യാപിച്ചു വരികയാണ്. അതാ ഈശീസ് നബി അലൈഹിസ്സലാത്തു വസ്സലാം വരുന്നു, ഇദ്രീസ് നബി അലൈഹിസ്സലാത്തു വസ്സലാം വരുന്നു, പിന്നീട് നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം വരികയാണ്. ആ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ജീവിതത്തിലും ഉണ്ടായിട്ടുണ്ട് പല പ്രതിസന്ധികളും, പല കഷ്ടപ്പാടുകളും. പ്രിയപ്പെട്ടവർ, ഒരു മനുഷ്യൻ, ആ മനുഷ്യന്റെ ഏറ്റവും വലിയ വേദന എന്താണെന്നറിയുമോ? തന്റെ കൺമുന്നിൽ വെച്ച് മക്കൾ മരണപ്പെട്ടു പോകുക എന്നതാണ്. തന്റെ പ്രിയപ്പെട്ട കുട്ടി കൺമുന്നിൽ വെച്ച് മരണപ്പെടുക എന്ന് പറഞ്ഞാൽ ഒരു പിതാവിനെ സംബന്ധിച്ചിടത്തോളം സഹിക്കാൻ പറ്റാത്തതാണ്, താങ്ങാൻ പറ്റാത്തതാണ്. ഫലസ്തീനിന്റെ മണ്ണിലെ പിതാക്കൾ ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ്, അവിടെയുള്ള ഉമ്മമാർ ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ചെയ്ത തെറ്റെന്തെന്നറിയാതെ മരിച്ചു വീഴപ്പെട്ടുകൊണ്ടിരിക്കുന്ന, കൊല്ലപ്പെട്ടുകൊണ്ടിരിക്കുന്ന പാവപ്പെട്ട 10,000 പിഞ്ചുവൈരങ്ങളുടെ മാതാക്കളും പിതാക്കളും ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വേദനയും പ്രയാസവും അതാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഹൃദയത്തിന്റെ വസന്തമാണ് നമ്മുടെ മക്കൾ, നമ്മുടെ കണ്ണിന്റെ കുളിർമയാണ് നമ്മുടെ മക്കൾ, നമ്മുടെ ജീവിതത്തിന്റെ ചാലകശക്തിയാണ് നമ്മുടെ മക്കൾ. നാം വിയർപ്പൊഴുക്കുന്നവർക്ക് വേണ്ടിയാണ്, കഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയാണ്, ജോലിയെടുക്കുന്നവർക്ക് വേണ്ടിയാണ്, ജീവിതത്തിന്റെ സന്തോഷങ്ങൾ വേണ്ടാന്ന് വെക്കുന്നവർക്ക് വേണ്ടിയാണ്, ജീവിതത്തിന്റെ ആസ്വാദനങ്ങൾ മുഴുവൻ മുന്നിൽ നിന്ന് മാറ്റിവെക്കുന്നത് അവർക്ക് വേണ്ടിയാണ്. പ്രിയപ്പെട്ടവരെ, എന്നാൽ ആ മക്കൾ സ്വന്തം മുന്നിൽ നിന്ന് മരണപ്പെടുക എന്ന് പറഞ്ഞാൽ, സ്വന്തം മക്കൾ കൺമുന്നിൽ വെച്ചൊരു അപകടത്തിൽ പെടുക എന്ന് പറഞ്ഞാൽ അത് നമ്മെ സംബന്ധിച്ചിടത്തോളം താങ്ങാൻ കഴിയാത്തതാണ്, സഹിക്കാൻ കഴിയാത്തതാണ്. നമ്മളിങ്ങനെ റോഡ് സൈഡിൽ നിൽക്കുമ്പോ ചീറിപ്പാഞ്ഞു വരുന്നൊരു വാഹനം നമ്മുടെ മകനെ അടിച്ചു തെറിപ്പിക്കുന്ന നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ഒരുപക്ഷെ ജീവിതത്തിന്റെ അവസാനം വരെ നാം പൂർവ്വസ്ഥിതിയിലേക്ക് വരാൻ സാധ്യതയില്ല, നാം പിന്നെ ഒരു നോർമലായ ജീവിതം നയിക്കാൻ സാധ്യതയില്ല, നമ്മുടെ മനസ്സ് തെറ്റാൻ സാധ്യതയുണ്ട്, നാം ആകെ വല്ലാത്തൊരവസ്ഥയിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. പ്രിയപ്പെട്ടവരെ, മഹാനായ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ജീവിതത്തിൽ സ്വന്തം മകൻ മരിക്കുന്ന ഒരു രംഗം കാണേണ്ടി വന്നിട്ടുണ്ട്. സ്വന്തം മകനതാ വെള്ളപ്പൊക്കത്തിൽ ഭീമാകാരമായ തിരമാലയിൽ അവനിങ്ങനെ മുങ്ങിത്താണ് മരിച്ചുകൊണ്ടിരിക്കുകയാണ്. നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മുന്നേ ഒരുപാട് പ്രവാചകന്മാരുണ്ട്. ഈ പറഞ്ഞതുപോലെ ആദം നബിയുണ്ട്, ഷീസ് നബിയുണ്ട്, ഇദ്രീസ് നബിയുണ്ട്, ഒട്ടനവധി പ്രവാചകന്മാർ നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മുന്നേ തന്നെ വന്നിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ മകനെ ഒന്ന് രക്ഷിക്കാൻ, തന്റെ മകന്റെ കൈ ഒന്ന് പിടിക്കാൻ, ആ മകനെ ഒന്ന് പിന്താങ്ങാൻ, ആ മകനൊന്ന് പുറത്തു കൊടുക്കാൻ ആരെയാണ് നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാം വിളിച്ചത്? ആദം അലൈഹിസ്സലാത്തു വസ്സലാമിനെ വിളിച്ചോ? ഇദ്രീസ് നബിയെ വിളിച്ചോ? ഷീസ് നബിയെ വിളിച്ചോ? ഇന്നലകളിൽ കഴിഞ്ഞുപോയ മഹാരഥന്മാരായ ഔലിയാക്കളെ വിളിച്ചോ? ഇല്ല. പിന്നെ നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാം വിളിച്ചതാരെയാണ്? റബ്ബി ഇന്ന ബനീ മിൻ അഹ്ലി വ ഇന്ന വഅദകൽ ഹഖ് വ അൻത അഹ്കമുൽ ഹാകിമീൻ. അല്ലാഹുവേ,
എന്റെ രക്ഷിതാവേ, എന്റെ റബ്ബേ, എന്റെ സങ്കടങ്ങൾ കാണുന്ന, എന്റെ വേദനകൾ കാണുന്ന, എന്റെ സന്തോഷങ്ങൾ അറിയുന്ന, എന്റെ സന്താപങ്ങൾ അറിയുന്ന, എന്റെ ഹൃദയത്തിന്റെ മിടിപ്പറയുന്ന, എന്റെ മനോവേദനകളും വേദനകളും അറിയുന്ന, എന്റെ കണ്ണുനീരറിയുന്ന, എന്റെ ജീവിതത്തിന്റെ രഹസ്യവും പരസ്യവും ഒരുപോലെ അറിയുന്ന, എന്റെ തേട്ടങ്ങൾ അറിയുന്ന, അർത്ഥനകൾ അറിയുന്ന, പ്രാർത്ഥനകൾ അറിയുന്ന, ദുആ അറിയുന്ന എന്റെ റബ്ബേ, എന്റെ മകൻ എന്റെ കുടുംബത്തിൽപ്പെട്ടവനാണ്, എന്റെ ബീജത്തിൽ പിറന്നവനാണ്, ഞാനാണ് അവനെ പോറ്റി വളർത്തിയത്, നോക്കി വളർത്തിയത് എന്ന് അള്ളാഹുവിനോട് നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം സഹായം തേടുന്ന കാഴ്ചയാണ് പിന്നീട് നമ്മൾ കാണുന്നത്. റബ്ബ് സുബ്ഹാനഹു വ തആല ഇത് തിരുത്തി കൊടുത്തിട്ടുണ്ട് എന്നത് വേറെ കാര്യമാണെന്നാലും നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാമിന് ജീവിതത്തിൽ ഒരു പ്രതിസന്ധി വന്നപ്പോ, ജീവിതത്തിൽ ഒരു പ്രയാസം വന്നപ്പോ, മനസ്സിടുങ്ങിയപ്പോ, ഹൃദയം വേദനിച്ചപ്പോ നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാം വിളിച്ചതാരെയാണ് പ്രിയപ്പെട്ടവരെ? ലോകത്തിന്റെ രക്ഷിതാവായ അള്ളാഹുവിനെയാണ്, പടച്ച റബ്ബിനെയാണ്. ഇന്നലകളിൽ കഴിഞ്ഞുപോയ പ്രവാചകന്മാരെ വിളിക്കാൻ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം തയ്യാറായില്ല. അവിടെ നിന്ന് അങ്ങോട്ട് പ്രിയപ്പെട്ടവരെ വീണ്ടും ഒരുപാട് കാലം മുന്നോട്ട് വരുമ്പോ, കാലം ഇങ്ങനെ വീണ്ടും ഒരുപാട് മുന്നോട്ട് വരുമ്പോ അതാ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ജീവിതം നമുക്ക് കാണുകയാണ്. എന്തെല്ലാം പ്രതിസന്ധിയാണ് ആ മഹാനുഭവന്റെ ജീവിതത്തിൽ കഴിഞ്ഞു പോയത്, എന്തൊക്കെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളുമാണ്. ആ സമയത്ത് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം നടത്തിയ പ്രാർത്ഥന എന്താണ്? അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ടായ ആ സമാധാനവും സമാശ്വാസവും എന്താണ്? വഖാല ഇന്നി മുഹാജിറുൻ ഇലാ റബ്ബി സയഹ്ദീൻ, ഞാൻ എന്റെ റബ്ബിലേക്ക് പോകുകയാണ്, ഞാൻ എന്റെ റബ്ബിലേക്ക് പലായനം ചെയ്യുകയാണ്. എന്റെ റബ്ബല്ലാതെ മറ്റൊരാളും എന്നെ തുണക്കുകയില്ല, മറ്റൊരാളും എന്നെ സഹായിക്കുകയില്ല. പ്രിയപ്പെട്ടവരാ, മനുഷ്യന്റെ മനസ്സ് വല്ലാതെ ആകുലതപ്പെടാൻ സാധ്യതയുള്ള, വല്ലാതെ കിടിലം കൊള്ളാൻ സാധ്യതയുള്ള ഒരു രംഗമാണ് നമ്മളൊക്കെ പണ്ട് തൊട്ടേ വാദകളിലും പരിപാടികളിലും കേട്ടുപരിചയിച്ച മഹദി ഹാജറ ബീവിയെയും ഇസ്മായിൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെയും ആൾപ്പാർപ്പില്ലാത്ത, ജനതയില്ലാത്ത, കൃഷിയിടങ്ങളില്ലാത്ത, വെള്ളമില്ലാത്ത, ഭക്ഷണമില്ലാത്ത ഊഷരഭൂമിയായ മക്കയുടെ മൊട്ടക്കുന്നുകളിൽ ചെന്നാക്കിക്കൊണ്ട് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം അടങ്ങുമ്പോ പ്രിയപ്പെട്ടവരെ, ആ മനുഷ്യന്റെ മനസ്സ് വേദനിക്കുന്നുണ്ടായിരുന്നു, ആ മനുഷ്യന്റെ മനസ്സ് പ്രയാസപ്പെടുന്നുണ്ടായിരുന്നു. പക്ഷേ ആ തിരിഞ്ഞു നടത്തം അല്ലാഹുവിന് വേണ്ടിയാണ്, ആ തിരിഞ്ഞു നടത്തം റബ്ബിന് വേണ്ടിയാണ്, ആ തേട്ടവും റബ്ബിനോട് തന്നെയാണ്. അടിവരയിട്ട് മനസ്സിലാക്കണേ, ആ തേട്ടവും റബ്ബിനോട് തന്നെയാണ്. വേദനിക്കുന്ന ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഹൃദയാന്തരങ്ങളിൽ നിന്ന് ഒരു ദുആ ഉയരുകയാണ്, പ്രാർത്ഥന ഉയരുകയാണ്. റബ്ബനാ ഇന്നി അസ്കൻതു മിൻ ദുർരിയതി ബിവാദിൻ ഗൈരി ദീ സറഇൻ ഇൻദ ബൈതികൽ മുഹറം റബ്ബനാ ലിയുഖീമുസ് സ്വലാഹ ഫജഅൽ അഫ്ഇദതൻ മിനൻ നാസി തഹ്വീ ഇലൈഹിം വർസുഖ്ഹും മിനത്ത് തമറാത്തി ലഅല്ലഹും യശ്കുറൂൻ. അല്ലാഹു എന്റെ സന്താനത്തിൽപ്പെട്ട ഒരു വിഭാഗത്തെ, ഇസ്മാഈലിനെ, എന്റെ പ്രിയപ്പെട്ടവളെ, നിന്റെ പരിശുദ്ധമായ ഭവനത്തിന്റെ അടുത്ത് ഒരു കൃഷിയിടം പോലും ഇല്ലാത്ത, ഒരു പുൽനാമ്പ് പോലും മുളച്ചു പൊങ്ങാത്ത, ഒരു കാരക്കയുടെ മരം പോലും ഇല്ലാത്ത, ഒരു ഉറവയില്ലാത്ത, കിണറില്ലാത്ത, നദിയില്ലാത്ത, വെള്ളത്തിന്റെ ഒരു ഉറവിടവുമില്ലാത്ത ആ ഊഷര ഭൂമിയിൽ പടച്ച റബ്ബേ വിട്ടേച്ചുകൊണ്ട് ഞാനിതാ പോകുകയാണ്, ഞാനിതാ മടങ്ങുകയാണ് റബ്ബേ. നിന്റെ പരിശുദ്ധമായ ഭവനത്തിന്റെ അടുത്താണ്. അതുകൊണ്ട് അവരിലേക്ക് നീ ജനങ്ങളെ എത്തിക്കണമേ, അവരിലേക്ക് നീ ആൾക്കൂട്ടത്തെ എത്തിക്കണമേ, അവർക്ക് നീ തിന്നാൻ കൊടുക്കണേ റബ്ബേ, ഭക്ഷണം കൊടുക്കണേ റബ്ബേ, വെള്ളം കൊടുക്കണേ റബ്ബേ എന്ന് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം എന്ന ഭർത്താവിന്റെ, എന്ന വാപ്പാന്റെ തേട്ടം ഹൃദയാന്തരങ്ങളിൽ നിന്ന് ഉയരുന്നത് ആരോടാണ് പ്രിയപ്പെട്ടവരെ? ലോകത്തിന്റെ രക്ഷിതാവായ അല്ലാഹുവിനോടാണ്, പടച്ച റബ്ബിനോടാണ്. ലഅല്ലഹും യശ്കുറൂൻ, അവർ നന്ദി ചെയ്യുന്നവരാകാം റബ്ബേ എന്ന് പറഞ്ഞ് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ ജീവിതത്തിലെ സുപ്രധാനമായ ഒരു സമയത്ത് റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ മുന്നിൽ ബരമേൽപ്പിക്കുന്ന കാഴ്ചയാണ് അവിടെ നമുക്ക് കാണാൻ സാധിക്കുക. പ്രിയപ്പെട്ടവരെ, പിന്നീട് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ പല സന്ദർഭങ്ങളിലും വളരെ അത്യന്താപേക്ഷിതമായ ഘട്ടത്തിൽ റബ്ബിനെ വിളിക്കുന്ന പല രംഗങ്ങളും നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ടാണ് ഇബ്രാഹിമിനെ ഖലീലുല്ലാഹ് അലൈഹിസ്സലാത്തു വസ്സലാം എന്ന് റബ്ബ് ആദരവോടെ ബഹുമാനത്തോടെ വിളിച്ചത്. ഇനി എന്റെ പ്രിയപ്പെട്ടവരെ, കാലം ഇങ്ങനെ മുന്നോട്ട് വരുമ്പോ അതാ യാക്കൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ചരിത്രം വരികയാണ്. യാക്കൂബ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ജീവിതത്തിൽ തീർത്താൽ തീരാത്ത ദുഃഖമാണ് ഉണ്ടാകുന്നത്. പ്രിയപ്പെട്ടവരെ, നാം നമ്മുടെ മക്കളെ കുറിച്ച് ആലോചിച്ചിട്ടുണ്ടോ? നമ്മുടെ മക്കൾ നമ്മിൽ നിന്ന് നഷ്ടപ്പെടുകയാണെങ്കിൽ മരണത്തെക്കാൾ വലിയ വേദനയാണ് മക്കൾ നഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ. മക്കൾ മരിച്ചു കഴിഞ്ഞാൽ വിശ്വാസിയായ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം എന്റെ റബ്ബിന്റെ അടുത്തേക്കാണ് എന്റെ കുട്ടി പോയത് എന്ന സമാധാനം ഉണ്ടാകുമെന്നാൽ
നമ്മുടെ മക്കൾ ഒരു ദിവസം സ്കൂൾ വിട്ടിട്ട് വീട്ടിലേക്ക് മടങ്ങിയെത്തുന്നില്ല, മദ്രസ വിട്ടിട്ട് വീട്ടിലേക്ക് മടങ്ങിയെത്തുന്നില്ല. ആഴ്ചകൾ കഴിയുകയാണ്, മാസങ്ങൾ കഴിയുകയാണ്, വർഷങ്ങൾ കഴിയുകയാണ്. കുഞ്ഞ് തിരിച്ചു വരുന്നില്ല, കുട്ടി തിരിച്ചു വരുന്നില്ല. ഒരു പിതാവിന്റെയും മാതാവിന്റെയും മനസ്സിലുണ്ടാകുന്ന വേദനയുടെ ആഴമെത്രയായിരിക്കും പ്രിയപ്പെട്ടവരെ, പ്രയാസത്തിന്റെ ആഴമെത്രയായിരിക്കും, അത് വാക്കുകളിൽ വിശദീകരിക്കാൻ കഴിയില്ല, വാക്കുകൾ കൊണ്ട് പറഞ്ഞറിയിക്കാൻ സാധ്യമല്ല. എവിടെയാണ് എന്റെ കുട്ടി, എവിടെയാണ് അവൻ, അവൾക്ക് എന്ത് സംഭവിച്ചു, എങ്ങനെയായിരിക്കും അവൾ ജീവിക്കുന്നുണ്ടാകുക, മരിച്ചിട്ടുണ്ടാകുമോ, ജീവിക്കുന്നുണ്ടാകുമോ, എവിടെന്തെങ്കിലും പ്രയാസങ്ങളും പീഡനങ്ങളും അനുഭവിക്കുന്നുണ്ടാകുമോ എന്നിങ്ങനെയുള്ള 10,000 ചോദ്യങ്ങൾ കൊണ്ട് ജീവിതം മുഴുവൻ വല്ലാത്തൊരവസ്ഥയിലായി പോകും പ്രിയപ്പെട്ടവരെ. സമാധാനമുണ്ടാകില്ല, ഉറങ്ങാൻ കഴിയില്ല, ഉണ്ണാൻ കഴിയില്ല, നല്ല രീതിയിൽ മനസ്സ് തുറന്നൊന്ന് ചിരിക്കാൻ കഴിയില്ല. ഇത്തരം ദുരന്തങ്ങളിൽ നിന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മെ ഏവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. എന്നാൽ എന്റെ പ്രിയപ്പെട്ടവരെ, 2 മക്കൾ നഷ്ടപ്പെടേണ്ടി വന്നവരാണ് യാക്കൂബ് അലൈഹിസ്സലാത്തു വസ്സലാം. ആ മക്കൾ എവിടെയാണെന്നറിയില്ല, എവിടെ പോയി എന്നറിയില്ല, എവിടെയാണ് ഉള്ളതെന്നറിയില്ല, എങ്ങനെയാണ് ജീവിക്കുന്നതെന്നറിയില്ല. ഒരറിവുമില്ലാത്ത വിധം വർഷങ്ങളാണ് കടന്നു പോകുന്നത്. ആദ്യം നഷ്ടപ്പെട്ടത് തന്റെ പ്രിയപ്പെട്ട പൊന്നോമന പുത്രനായ, തന്റെ വടിയിലിരുന്ന് താടി തലോടിക്കൊണ്ടിരുന്ന, തന്റെ കരളിന്റെ കഷ്ണമായ, ഹൃദയത്തിന്റെ വസന്തമായ യൂസുഫിനെയാണ് ആദ്യം നഷ്ടപ്പെടുന്നത്. പിന്നീട് ബിന്യാമീനെയും നഷ്ടപ്പെടുന്നു. 2 മക്കളെയും നഷ്ടപ്പെട്ടു കഴിഞ്ഞപ്പോ യാക്കൂബ് അലൈഹിസ്സലാത്തു വസ്സലാം പറയുന്നൊരു വാക്കുണ്ട് മക്കളോട് യാക്കൂബ് നബി പറഞ്ഞതെന്താണ്? മക്കളെ, ഇന്നലകളിൽ മരിച്ചുപോയ പ്രവാചകന്മാരുടെ പൊരുത്തക്കേടായിരിക്കാം, അതുകൊണ്ട് നമുക്ക് കുറച്ച് നേർച്ചയാക്കാം, അവരെ വിളിച്ചു പ്രാർത്ഥിക്കാം, അവരോട് ഇസ്തിഗാസ നടത്താം, അവർക്ക് വേണ്ടി കുറച്ച് ആടുകളെയും പോത്തുകളെയും കോഴികളെയും എല്ലാം നേർച്ചയാക്കിയിട്ട് നഷ്ടപ്പെട്ടു പോയ മക്കളെ തിരിച്ചു കിട്ടുമോ എന്ന് നോക്കാമെന്നാണോ യാക്കൂബ് അലൈഹിസ്സലാത്തു വസ്സലാം മക്കൾക്ക് പറഞ്ഞു കൊടുത്തതല്ല. യാ ബനീ യദ്ഹബൂ ഫതഹസ്സസൂ മിൻ യൂസുഫ വഅഖീ വലാ തയഅസൂ മിൻ റൗഹില്ലാഹ് ഇന്നഹു ലാ യയഅസു മിൻ റൗഹില്ലാഹി ഇല്ലൽ ഖൗമുൽ കാഫിറൂൻ. എന്റെ മക്കളെ, അല്ലാഹുവിന്റെ കാരുണ്യത്തിൽ നിരാശപ്പെട്ടു പോകരുതേ, അല്ലാഹുവിലുള്ള പ്രതീക്ഷ നഷ്ടപ്പെട്ടു പോകരുതേ, അല്ലാഹുവിലുള്ള പ്രത്യാശ ഒരിക്കലും ഇല്ലാണ്ടായി പോകരുതേ. ഇന്നഹു യയഅസു മിൻ റൗഹില്ലാഹി ലാ യയഅസു മിൻ റൗഹില്ലാഹി ഇല്ലൽ ഖൗമുൽ കാഫിറൂൻ. സത്യനിഷേധികളായ ജനതയല്ലാതെ അല്ലാഹുവിന്റെ കാരുണ്യത്തിൽ, അല്ലാഹുവിന്റെ ഇടപെടലിൽ, അല്ലാഹുവിന്റെ പരിഹാരത്തിൽ നിരാശരായി പോകുകയില്ല മക്കളെ എന്ന് യാക്കൂബ് അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു കൊടുക്കുകയാണ്. മക്കൾക്ക് അവിടെയും തീർന്നില്ല. മഹാനുഭവന്റെ ഹൃദയത്തിൽ നിന്ന് പുറത്തേക്ക് നിർഗളിക്കുന്ന, ആ ഹൃദയത്തിൽ നിന്ന് പുറത്തേക്ക് പൊട്ടിപ്പുറപ്പെടുന്ന ആ തൗഹീദിന്റെ മഹാപ്രവാഹം അവിടെയും അവസാനിക്കുന്നില്ല. യാക്കൂബ് അലൈഹിസ്സലാത്തു വസ്സലാം ഈജിപ്തിൽ വെച്ച് മരിക്കാൻ മരണക്കിടക്കയിലാണ്, മരണപ്പെടാൻ പോകുകയാണ്. ആ സമയത്തും ആ മനസ്സിൽ ആദ്യം എന്താണെന്നറിയുമോ? അദ്ദേഹത്തിന്റെ മനസ്സിലുള്ള വേദന എന്താണെന്നറിയുമോ? അം കുൻതും ശുഹദാ ഇദ് ഹദറ യാക്കൂബൽ മൗത്ത്. നിങ്ങൾ അവിടെ ഉണ്ടായിരുന്നു? അല്ലാഹുവിന്റെ ചോദ്യമാണ്. യാക്കൂബ് മരണപ്പെടാൻ പോകുമ്പോ, യാക്കൂബ് മരിക്കാൻ പോകുമ്പോ നിങ്ങൾ അവിടെ ഉണ്ടായിരുന്നോ? അദ്ദേഹം അതാ ചോദിക്കുകയാണ് തന്റെ മക്കളോട്. ഇദ് ഖാല ലിബനീഹി മാ തഅബുദൂന മിൻ ബഅദി. എനിക്ക് ശേഷം നിങ്ങൾ എന്തിനെയാണ് ആരാധിക്കുക എന്റെ മക്കളെ? എനിക്ക് ശേഷം നിങ്ങൾ എന്തിനെയാണ് ആരാധിക്കുക, നിങ്ങൾ എന്തിനെയാണ് ഇബാദത്ത് ചെയ്യുക എന്ന് യാക്കൂബ് അലൈഹിസ്സലാത്തു വസ്സലാം ചോദിക്കുകയാണ്. മക്കളെ, നിങ്ങൾ എങ്ങനെ ജീവിക്കുമെന്നല്ല, നിങ്ങൾ എല്ലാവരും കല്യാണം കഴിച്ച് മക്കളൊക്കെയായി സുഖമായി ജീവിക്കണമെന്നല്ല, നിങ്ങളുടെ ഐക്യം എന്നെന്നും നിലനിർത്തണമെന്നല്ല, ഇതൊന്നുമല്ല മനുഷ്യന്റെ മനസ്സിലാതി. ആ മനുഷ്യൻ ചോദിക്കുന്നത് എന്താണ്? മാ തഅബുദൂന മിൻ ബഅദി, മാ തഅബുദൂന മിൻ ബഅദി, മാ തഅബുദൂന മിൻ ബഅദി. എന്റെ കാലത്തിന് ശേഷം നിങ്ങൾ എന്തിനെയാണ് ആരാധിക്കാൻ പോകുന്നത്, നിങ്ങൾ എന്തിനെയാണ് ഇബാദത്ത് ചെയ്യാൻ പോകുന്നത്? ആ ചോദ്യത്തിൽ മറ്റൊരു വശം കൂടി എന്റെ പ്രിയപ്പെട്ടവരെ, എന്റെ കാലശേഷം നിങ്ങളെങ്ങാനും ശിർക്കിലേക്ക് പോയി പോകുമോ? എന്റെ കാലശേഷം നിങ്ങൾക്കെങ്ങാനും തൗഹീദ് നഷ്ടപ്പെട്ടു പോകുമോ? ആ മക്കളതാ മറുപടി പറയുകയാണ്. ഖാലൂ നഅബുദു ഇലാഹക വ ഇലാഹ ആബാഇക ഇബ്രാഹീമ വ ഇസ്മാഈല വ ഇസ്ഹാഖ്. ബാപ്പാ, നിങ്ങൾ ഭയപ്പെടേണ്ട, നിങ്ങൾ ബേജാറാവേണ്ട, വേദനിക്കേണ്ട. അങ്ങയുടെ രക്ഷിതാവായ, അങ്ങയുടെ ദൈവമായ, അങ്ങയുടെ ആരാധ്യപാത്രമായ ഇബ്രാഹിമും ഇസ്മായിലും
ഇസ്ഹാഖും ആരാധിച്ച ആ ലോകരക്ഷിതാവായ പടച്ചറബുണ്ടല്ലോ, ആ പടച്ചറബിനെ മാത്രമേ അങ്ങയ്ക്ക് ശേഷം ഞങ്ങൾ ആരാധിക്കുകയുള്ളൂ. എങ്ങനെയുള്ള റബ്ബ്? ഇലാഹും വാഹിദാ, ഏകനായ രക്ഷിതാവ്, പങ്കുകാരില്ലാത്ത രക്ഷിതാവ്, തുല്യരില്ലാത്ത രക്ഷിതാവ്, ഒരു ശുപാർശകരുടെയും ശുപാർശ സ്വീകരിക്കാൻ ബാധ്യതയില്ലാത്ത രക്ഷിതാവ്. വനഹ്നു ലഹു മുസ്ലിമൂൻ, ഞങ്ങൾ അവന് പൂർണ്ണമായും കീഴ്പ്പെട്ടവരായി ജീവിക്കുകയും ചെയ്യുന്നവരാണ് വാപ്പാ എന്ന് യാക്കൂബ് അലൈഹിസ്സലാത്തു വസ്സലാമിനോട് മക്കൾ പറഞ്ഞപ്പോഴാണ് സമാധാനത്തോടെ ആ കണ്ണുകൾ അടഞ്ഞത്. പ്രിയപ്പെട്ടവരെ, സമാശ്വാസത്തോടെ ആ മഹാനുഭവനായ പ്രവാചകൻ മരണപ്പെട്ടത്. മക്കളിൽ നിന്ന് തൗഹീദിന്റെ ഉറപ്പ് കിട്ടിയപ്പോഴാണ്, അഖീദ് കിട്ടിയപ്പോഴാണ്. ഇതാണ് പ്രവാചകന്മാരുടെ ജീവിതം. ഇതാണ് പ്രിയപ്പെട്ടവരെ പ്രവാചകന്മാരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന തൗഹീദ്. അവിടെയും അവസാനിച്ചില്ലല്ലോ പ്രിയപ്പെട്ടവരെ. മഹാനായ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ജീവിതത്തിലും ഉണ്ടായിട്ടുണ്ട് ഒരുപാട് പ്രതിസന്ധികൾ. അതിലേറ്റവും വലിയ പ്രതിസന്ധി എന്താണെന്നറിയുമോ? അതിലേറ്റവും വലിയ പ്രയാസം എന്താണെന്നറിയുമോ? മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഈജിപ്തിൽ നിന്ന് തന്റെ നാട്ടിലേക്ക് തിരിച്ചു പോകുമ്പോ സിനാ താഴ്വരയിൽ വെച്ചൊരു പ്രകാശം കാണുകയാണ്. അങ്ങനെ ആ താഴ്വരയിലേക്ക് മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം നടന്നു പോകുകയാണ്. അവിടെ വെച്ചതാ അള്ളാഹുവിന്റെ സംസാരം, അള്ളാഹുവിന്റെ വാക്കുകൾ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കർണപുടങ്ങളെ രോമാഞ്ചം കൊള്ളിക്കുകയാണ്, അത്ഭുതപ്പെടുത്തുകയാണ്. അവിടെ മൂസാ അലൈഹിസ്സലാത്തു വസ്സലാമിന് അല്ലാഹു ഏൽപ്പിച്ചൊരു ദൗത്യമുണ്ടെന്നാണ്. ഇദ്ഹബ ഇലാ ഫിർഔന ഇന്നഹു തഗാ, ഫിർഔനിന്റെ അടുത്തേക്ക് പോകുക, അവൻ അതിക്രമിച്ചിട്ടുണ്ട്. വലിയൊരു ഉത്തരവാദിത്തമാണ് ഏൽപ്പിക്കുന്നത് പ്രിയപ്പെട്ടവരെ. ഭീകരമായ ഒരു ഉത്തരവാദിത്തമാണ് മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ ഏൽപ്പിക്കുന്നത്. ആ സമയം, ആ പ്രതിസന്ധിയിൽ തന്റെ റബ്ബിനോട് തന്നെ, ആ രക്ഷിതാവിനോട് തന്നെ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ചോദിക്കുകയാണ്, റബ്ബ് ഇശ്റഹ് ലീ സദ്രീ വയസ്സിർ ലീ അംരീ വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി വജഅൽ ലീ വസീറൻ മിൻ അഹ്ലി ഹാറൂന അഖീ ഉശ്ദുദ് ബിഹി അസ്രി വഅശ്രികുഹു ഫീ അംരി കൈ നുസബ്ബിഹക കസീറാ വനദ്കുറക കസീറാ ഇന്നക കുൻത ബിനാ ബസീറാ. വലിയ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് ആ ഉത്തരവാദിത്വത്തിന്റെ പാന്താവിലേക്ക് കാലെടുത്തു വെക്കുന്നതിന്റെ മുന്നേ തന്റെ റബ്ബിന്റെ മുന്നിലേക്ക് ആവശ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ആവശ്യങ്ങൾ ഓരോന്നായി എണ്ണി പറയുന്ന മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെയാണ് പ്രിയപ്പെട്ടവരെ അവിടെ നമുക്ക് കാണാൻ സാധിക്കുക. അല്ലാഹു എന്റെ ഹൃദയം തുറന്നു തരണേ, എന്റെ നാവിന്റെ കെട്ടഴിച്ചു തരണേ, എന്റെ വാക്കുകൾ അവർക്ക് മനസ്സിലാക്കി കൊടുക്കണേ, എന്റെ പ്രിയപ്പെട്ട കൂടെപ്പിറപ്പിനെ എന്റെ ഈ ദൗത്യത്തിൽ കൂടെ ചേർക്കണേ, പങ്കുകാരനാക്കണേ എന്നിങ്ങനെ പറഞ്ഞ് തന്റെ റബ്ബിനോട് അർത്ഥിക്കുന്ന, തന്റെ റബ്ബിനോട് സഹായം അർത്ഥിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് പ്രിയപ്പെട്ടവരെ. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ജീവിതത്തിൽ അവിടുന്ന് അങ്ങോട്ട് മുന്നോട്ട് വന്നാൽ മഹാനായ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ജീവിതത്തിലും അത്യന്താപേക്ഷിതമായ അങ്ങേയറ്റം പ്രതിസന്ധിയുള്ള ഘട്ടങ്ങളിൽ റബ്ബിന്റെ മുന്നിൽ താണുകയാണ് പറഞ്ഞ രംഗങ്ങൾ നമുക്ക് കാണാൻ കഴിയും. പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ മാഇദയുടെ അവസാനത്തെ ഭാഗം നിങ്ങൾ നിർത്തി പരിശോധിച്ചു നോക്കുക. ആ സൂറത്തിന് മാഇദ എന്ന പേര് വരാൻ തന്നെ കാരണം ഈ സംഭവമാണ്. ഈസാ നബിയോട് അദ്ദേഹത്തിന്റെ അനുയായികൾ വന്നിട്ട്, ഹവാരികൾ വന്നിട്ട് പറയുകയാണല്ലയോ നബിയെ, പ്രവാചകരെ, അങ്ങേക്ക് ആകാശത്തിൽ നിന്നൊരു തളിക ഇറക്കി കൊണ്ടുവരാൻ സാധിക്കുമോ? ഞങ്ങൾക്കൊന്ന് വിശ്വാസം കൂടുന്നതിന് വേണ്ടിയാണ്, ഞങ്ങളുടെ മനസ്സിന്റെ സമാധാനത്തിന് വേണ്ടിയാണ് ആകാശത്തു നിന്നൊരു തളിക ഇറക്കി കൊണ്ടുവരാൻ അങ്ങേക്ക് സാധിക്കുമോ എന്ന് ഈ ആളുകൾ ചോദിച്ചപ്പോ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പ്രവർത്തനം എന്തായിരുന്നു, പ്രതികരണം എന്തായിരുന്നു? ഖാല ഈസാ ഇബ്നു മറിയം പറയുകയാണ്, ലോകത്തിലുള്ള മഹാഭൂരിപക്ഷം വരുന്ന, ഏറ്റവും ജനസംഖ്യ വരുന്ന ജനപദം ആരാധിച്ചുകൊണ്ടിരിക്കുന്ന ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം അവിടെ ചെയ്ത പ്രവർത്തനവും പ്രതികരണവും എന്താണ് പ്രിയപ്പെട്ടവരെ? അദ്ദേഹം അതാ റബ്ബിനോട് പ്രാർത്ഥിക്കുകയാണ്, അല്ലാഹുമ്മ റബ്ബനാ അൻസിൽ അലൈനാ മാഇദതം മിനസ് സമാ തകൂനു ലനാ ഈദൻ ലിഅവ്വലിനാ വആഖിരിനാ വആയതൻ മിൻക വർസുഖ്നാ വഅൻത ഖൈറുർ റാസിഖീൻ. അല്ലാഹു ഇവർ ആവശ്യപ്പെടുന്നത് പോലെ വാനലോകത്ത് നിന്ന് ഒരു ഭക്ഷണത്തിന്റെ തളിക ഇറക്കി തരാൻ പറ്റുമോ റബ്ബേ? ഒരു ഭക്ഷണത്തിന്റെ തളിക ഇറക്കി തന്ന് ഞങ്ങളുടെ മുൻഗാമികൾക്കും പിൻഗാമികൾക്കും അതൊരു ഈദാകുന്നതിന് വേണ്ടി, നിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു ആയത്താകുന്നതിന് വേണ്ടി റബ്ബേ ഞങ്ങൾക്ക് അത്തരത്തിലൊരു അത്ഭുതം കാണിച്ചു തരാൻ പറ്റുമോ എന്ന് ഈസാ നബി അലൈഹിസ്സലാത്തു
വസ്സലാം റബ്ബിനോട് ചോദിക്കുകയാണ്, ആവശ്യപ്പെടുകയാണ്. ഈസാ നബിയുടെ ജീവിതത്തിലും പ്രതിസന്ധികളും പ്രയാസങ്ങളും വന്നപ്പോ അള്ളാഹുവിനോടാണ് ചോദിക്കുന്നത്. ബൈബിളിൽ വരെ അത് വളരെ വ്യക്തമായി രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. ഏലി ഏലി ലമ്മാ സബഖ്താനി എന്ന ഈസാ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ യേശുക്രിസ്തുവിന്റെ ആ പ്രാർത്ഥനയെ കുറിച്ച് ലോകരക്ഷിതാവിനോട്, പിതാവിനോട്, കർത്താവിനോട് യേശുക്രിസ്തു നടത്തുന്ന ആ പ്രാർത്ഥനയെ കുറിച്ച് ബൈബിൾ പുതിയ നിയമത്തിലും പഴയ നിയമത്തിലും എല്ലാം വളരെ കൃത്യമായി നമുക്ക് കാണാൻ കഴിയും. പ്രിയപ്പെട്ടവരെ, അവിടെ നിന്ന് അങ്ങോട്ട് ലോകത്തിന്റെ കാരുണ്യമായ പ്രവാചകത്വത്തിന്റെ രാജകുമാരനായ നിലപാടുകളുടെ രാജാവായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ എങ്ങനെ നോക്കിയാലും പ്രിയപ്പെട്ടവരെ ഈ തൗഹീദിന്റെ പ്രകാശ പ്രവാഹമാണ് നമുക്ക് കാണാൻ സാധിക്കുക. ഈ തൗഹീദ് ഏറ്റവും നന്നായി 916നേക്കാൾ തിളക്കത്തോടുകൂടി ഈ തൗഹീദിന്റെ പ്രഭാവം തിറഞ്ഞു നിൽക്കുന്നതായി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ എമ്പാടും നമുക്ക് കാണാൻ സാധിക്കും. എന്തെല്ലാം പ്രതിസന്ധികളാണ് ആ മനുഷ്യന്റെ ജീവിതത്തിൽ വന്നിട്ടുള്ളത്, പ്രവാചകന്റെ ജീവിതത്തിൽ വന്നിട്ടുള്ളത്. പ്രിയപ്പെട്ടവരെ, സൗർ ഗുഹയിൽ ശത്രുക്കളുടെ വാളിന്റെ തിളക്കം മുഖത്തേക്ക് അടിച്ച സമയത്ത് അബൂബക്കർ സിദ്ദീഖിന്റെ മനസ്സ് പോലും അല്പനേരം ഒന്ന് പതറിപ്പോയപ്പോ, ഇനി മുന്നിൽ എന്താണ് വെടിയെന്ന് ചിന്തിച്ചു പോയപ്പോ ആ പ്രവാചകന്റെ മനസ്സിലുള്ള തൗഹീദിന്റെ മഹാപ്രവാഹമുണ്ടല്ലോ, അതിന്റെ അണക്കെട്ട് തുറന്ന പോലെയുള്ള ആ പ്രവാഹത്തിന് യാതൊരു കുറവും ഉണ്ടായിരുന്നില്ല. പ്രിയപ്പെട്ടവരെ, ആ പ്രവാചകൻ അവിടെ വെച്ച് പറഞ്ഞിരുന്നാണ്, ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ. അബൂബക്കർ, നീ വേദനിക്കരുത്, സങ്കടപ്പെടരുത്, പേടിക്കരുത്. ഇന്നല്ലാഹ മഅനാ, അല്ലാഹു നമ്മോടൊപ്പമുണ്ട്, പടച്ചറബ് നമ്മോടൊപ്പമുണ്ട്. പ്രിയപ്പെട്ടവരെ, ബദറിന്റെ രണഭൂമിയിൽ തന്റെ കൂടെയുള്ളതാരാണ്? 300 ചില്ലാനും സ്വഹാബികളാണ്. ആ സ്വഹാബികളുടെ അവസ്ഥ എന്താണ്? ഭക്ഷണം കഴിച്ചിട്ട് ദിവസങ്ങളായി. ഒന്ന് കുപ്പായം ഒന്ന് പൊന്തിച്ചു കഴിഞ്ഞാൽ വാരിയല്ലുകൾ വിരൽ കൊണ്ട് 1, 2, 3, 4 എന്ന രൂപത്തിൽ എണ്ണിയെടുക്കാൻ കഴിയും. കണ്ണുകൾ കുഴിഞ്ഞു പോയിട്ടുണ്ട്. നിസ്കരിക്കാൻ പോലും നേരാവണ്ണം 2 കാൽ നിവർത്തി നിൽക്കാൻ കഴിയുന്നില്ല. ബലഹീനരാണ്, ദുർബലരാണ്. ആയുധങ്ങളില്ല, ആൾബലമില്ല, കുതിരയില്ല, ഒട്ടകങ്ങളില്ല, ഒന്നുമില്ലാത്ത അവസ്ഥയിൽ അള്ളാന്റെ റസൂല് വിളിച്ചു എന്ന ഒറ്റ കാരണം കൊണ്ട് സ്വന്തം ചങ്കിലെ ചോര പണയം വെക്കുന്നതിന് വേണ്ടി സ്വന്തം ജീവന്റെ തുടിപ്പ് നൽകാൻ തയ്യാറായിട്ട് ആ മനുഷ്യർ വന്നിരിക്കുകയാണ്. അള്ളാന്റെ റസൂല് നടത്തിയൊരു പ്രാർത്ഥനയുണ്ട്. പ്രിയപ്പെട്ടവരെ, അള്ളാന്റെ റസൂല് നടത്തിയൊരു ദുആയുണ്ട്. ഈ സ്വഹാബികൾ മുഴുവൻ, ഈ നമ്മുടെ 1-ാം നൂറ്റാണ്ടുകാരായ ആ സ്വഹാബികളുണ്ടല്ലോ, ഈ ഉമ്മത്തിന്റെ ഏറ്റവും വലിയ അഭിമാനമായ ആ സ്വഹാബികളുണ്ടല്ലോ, നാളെ വരാനിരിക്കുന്ന യുദ്ധത്തിന് വേണ്ടി ഒരുങ്ങി ആ തളർന്ന് കിടന്നുറങ്ങുന്ന ഒരു രംഗമുണ്ട്. എല്ലാവരും ഉറങ്ങിയപ്പോ ഉറങ്ങാതെ അള്ളാഹുവിന്റെ പ്രതീക്ഷയുടെ വാതിലിൽ അള്ളാന്റെ റസൂൽ ഉണർന്നിരിക്കുകയായിരുന്നു. പ്രിയപ്പെട്ടവരെ, അള്ളാന്റെ റസൂൽ ദുആ ചെയ്യുകയായിരുന്നു. സുജൂദിൽ കിടന്നിട്ട് പ്രവാചകൻ പറയുകയായിരുന്നു, യാ റബ്ബേ, രക്ഷിതാവേ, ഞങ്ങൾ ഇറങ്ങി തിരിച്ചത് നിന്റെ തൗഹീദിന് വേണ്ടിയാണ്, നിന്റെ കലിമത്തിന് വേണ്ടിയാണ്. എന്റെ ചുറ്റിലുമുള്ള ഈ ചെറു സംഘമുണ്ടല്ലോ റബ്ബേ, എന്റെ ചുറ്റിലുമുള്ള ഈ ചെറിയൊരു വിഭാഗമുണ്ടല്ലോ, അവർക്ക് ആൾബലമില്ല റബ്ബേ, അവർക്ക് ആയുധമില്ല, അവർക്ക് സൈന്യസന്നാഹമില്ല. അവരുടെ കയ്യിൽ ഒന്ന് മാത്രമേ ഉള്ളൂ, അത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന പ്രോജ്വലമായ കലിമയാണ്. അതല്ലാതെ അവരുടെ കയ്യിൽ മറ്റൊന്നുമില്ല റബ്ബേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുജൂദിൽ കിടന്ന് പ്രാർത്ഥിക്കുകയാണ്. ആ കണ്ണിലൂടെ കണ്ണുനീരങ്ങനെ ചാലിട്ടൊഴുകുകയാണ്. എന്നിട്ട് പ്രവാചകൻ റബ്ബിനോട് പറയുകയാണ്, റബ്ബേ, നാളെ നടക്കാൻ പോകുന്ന സംഘടനത്തിൽ, നാളെ നടക്കാൻ പോകുന്ന പോരാട്ടത്തിൽ ഈ വിഭാഗം എങ്ങാനും പരാജയപ്പെടുകയാണെങ്കിൽ, ഇവരെങ്ങാനും നശിപ്പിക്കപ്പെടുകയാണെങ്കിൽ, എന്റെ ഈ പാവപ്പെട്ട അനുയായികൾ കടുത്തറുത്ത് കൊല്ലപ്പെടുകയാണെങ്കിൽ, അവർ മുഴുവൻ നാമാവശേഷമാവുകയാണെങ്കിൽ, റബ്ബേ, ഈ ഭൂമിക്ക് മുകളിൽ ആകാശത്തിന് കീഴെ നിന്നെ മാത്രം വിളിച്ചു പ്രാർത്ഥിക്കുന്ന ഒരു വിഭാഗം ഉണ്ടാകില്ല കേട്ടോ. അതുകൊണ്ട് ഞങ്ങളെ സഹായിക്കണം റബ്ബേ, നിന്റെ മഹത്തായ സഹായത്തിന്റെ വാതിൽ ഞങ്ങൾക്ക് നേരെ നീ തുറന്നു തരണം റബ്ബേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റബ്ബിനോട് പ്രാർത്ഥിക്കുകയാണ്. പടച്ച റബ്ബിനോട് പ്രാർത്ഥിക്കുകയാണ്. മറുപടി വന്നു. എങ്ങനെയാണ് മറുപടി വന്നത്? ചരിത്രത്തിൽ ഇന്ന് വരെ മനുഷ്യയുഗം കേട്ടിട്ടില്ലാത്ത, മനുഷ്യകുലം കണ്ടിട്ടില്ലാത്ത ആയിരക്കണക്കിന് അല്ലാഹുവിന്റെ മാലാഖമാരായ പടയാളികൾ വെള്ളവസ്ത്രം ധരിച്ചുകൊണ്ട് ബദറിന്റെ രണഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. തൗഹീദിന്റെ അഹ്ലുകാരെ സഹായിക്കാൻ, തൗഹീദ് നെഞ്ചിലേറ്റിയ ബദരീങ്ങളെ സഹായിക്കാൻ അവർക്ക് വേണ്ടി പോരാടിയത് മലക്കുകളാണ്. പ്രിയപ്പെട്ടവരെ, ആ ബദരീങ്ങളിൽ രണാങ്കണത്തിൽ പോരാടിയ പല സ്വഹാബികളും പറയുന്നുണ്ട്, ഞങ്ങളിങ്ങനെ വാളോങ്ങിയപ്പോ തന്നെ വെള്ളവസ്ത്രധാരികളായ അപരിചിതരായ അജ്ഞാതരായ ചില പടയാളികൾ വന്നിട്ടതാ തലകൊയ്യുകയാണ്, അവരതാ പോരാടുകയാണ്.
അതുകൊണ്ടാണ് ബദറിന്റെ രണഭൂമിയിൽ മുശ്രിക്കുകളെ ഇങ്ങനെ ഹരം കൊള്ളിച്ചുകൊണ്ടിരുന്ന അപ്പുറത്തെ ഭാഗത്ത് സുറാഖത്ത് ഇബ്നു മാലിക്കിന്റെ രൂപത്തിൽ വന്നുകൊണ്ട് മുശ്രിക്ക് സൈന്യത്തെ ഹരം കൊള്ളിച്ചുകൊണ്ടിരുന്ന ഈ ഇബ്ലീസ്, സാക്ഷാൽ ഇബ്ലീസ് ഈ സൈന്യത്തെ കണ്ടപ്പോ പറഞ്ഞത് ഇന്നി അറാ മാ ലാ തറൂൻ, ഇന്നി അറാ മാ ലാ തറൂൻ. വേണമെങ്കിൽ ഓടി രക്ഷപ്പെട്ടോ, വേണമെങ്കിൽ ഇവിടുന്ന് രക്ഷപ്പെട്ടോളൂ. നിങ്ങൾ കാണാത്ത പലതും ഞാൻ കാണുന്നുണ്ട്, നിങ്ങൾ അറിയാത്ത പലതും ഞാൻ അറിയുന്നുണ്ട്. ആ നിൽക്കുന്നത് കേവലം മുന്നോട്ട് ചില്ലാനം വരുന്ന സ്വഹാബികൾ മാത്രമല്ല കേട്ടോ, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായികൾ മാത്രമല്ല കേട്ടോ, ആകാശജീവികളായ വാനജീവികളായ ശക്തരിൽ ശക്തരായ അജയ്യരായ അള്ളാഹുവിന്റെ കിങ്കരന്മാർ, ലോകരക്ഷിതാവിന്റെ ഭടന്മാർ. നിങ്ങളെന്നല്ല, ഈ ലോകത്തിന്റെ ഒരു സൈന്യം എന്നാലും പരാജയപ്പെടുത്താൻ കഴിയാത്ത അജയ്യരും ശക്തരുമായ ഒരു പോരാളികൾ അവർക്കിടയിലുണ്ട്. അതുകൊണ്ട് വേണമെങ്കിൽ രക്ഷപ്പെട്ടോളൂ, അവരെ പരാജയപ്പെടുത്താൻ നിങ്ങൾക്ക് സാധ്യമല്ല എന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ബദർ എന്ന് പറയുന്നത് തൗഹീദിന്റെ ഓർമ്മയാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ഓർമ്മയാണ്. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ മുഴുവൻ നിയലിച്ച, ആ ജീവിതത്തിൽ നിന്ന് പുറത്തേക്ക് പ്രവഹിച്ചുകൊണ്ടിരുന്ന ഉജ്ജ്വലമായ തൗഹീദിന്റെ വെളിച്ചത്തിന്റെ ഏറ്റവും വലിയ അധ്യായമാണ് ബദർ എന്ന് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, ഞാനിവിടെ പറഞ്ഞത് സിറാത്തുൽ മുസ്തഖീമിൽ ഒന്നാമതായി അല്ലാഹു എണ്ണിയ നബിമാരുടെ ജീവിതത്തിലെ തൗഹീദാണ്. അവരുടെ ജീവിതത്തിൽ എത്രമാത്രം ശക്തവും വ്യക്തവുമായി ഈ തൗഹീദ് അവർ കൊണ്ടു നടന്നു എന്നതാണ് ഈ ഇത്രയും നേരം വിശദീകരിച്ചത്. പ്രിയപ്പെട്ടവരാ, തൗഹീദ് കൊണ്ടു നടന്നു എന്നത് മാത്രമല്ല, ജീവിതത്തിൽ തൗഹീദ് പ്രോജ്വലമായി മുറുകെ പിടിച്ചു എന്നത് മാത്രമല്ല, ആ തൗഹീദിന്റെ ശക്തമായ ദഅവത്തിന്റെ വീതിയിൽ അവർ സജീവമായിരുന്നു. ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്ന വിഷയത്തിൽ, പ്രചരിപ്പിക്കുന്ന വിഷയത്തിൽ, പ്രബോധനം ചെയ്യുന്ന വിഷയത്തിൽ യാതൊരു വിട്ടുവീഴ്ചയും അവർക്കുണ്ടായിരുന്നില്ല.